ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്തിയേ? ഇന്നത്തെ നമ്മുടെ വിഷയത്തിലോട്ട് നമുക്കിന്ന് കടക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്ത് സംസാരിക്കാറുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന മിക്ക ആൾക്കാരുമുണ്ട്. ആ വിഷയത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്ത് സംസാരിക്കാൻ പാടില്ല. അത് നമ്മുടെ കുട്ടിക്ക് എന്ത് കഴിവില്ല എന്നല്ല ചിന്തിക്കേണ്ടത്, എന്ത് കഴിവുണ്ട് എന്നാണ് നമ്മളത് നോക്കിക്കാണേണ്ടത്. മറ്റുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ താരതമ്യം ചെയ്ത് സംസാരിക്കുമ്പോൾ, അല്ലെ ഇവൻ കൊള്ളത്തില്ല, ഇവൻ പഠിക്കത്തില്ല, ഇവൻ മണ്ടനാ, അല്ലെ അവൾ അങ്ങനാ, അവൾ മണ്ടിയാ എന്നിങ്ങനെ നമ്മൾ ചിലരൊക്കെ അങ്ങനെ സംസാരിക്കാറുണ്ട്. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് അത് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിന് എന്തുമാത്രം വേദന തോന്നുന്നുണ്ടെന്ന് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ അത് ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യത്തുള്ളൂ. മറ്റുള്ളവരുടെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക. അത് അവൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തത്തേ ഉള്ളൂ. അവൻ്റെ ആ മനസ്സിൽ അത് എന്നും അതൊരു വേദനയായിട്ട് കിടക്കും. നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചോ മാർക്ക് കുറഞ്ഞതിനെക്കുറിച്ചോ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരുമില്ലാതെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് സംസാരിക്കണ്ടായല്ലോ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമല്ലോ. സ്നേഹപൂർവ്വം മനസ്സിലാക്കി കൊടുക്കുമ്പം അത് അവന് ഉൾക്കൊള്ളാൻ പറ്റും. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇത് സംസാരിക്കുമ്പം അവൻ്റെ ആത്മവിശ്വാസം ഇല്ലാതാവുക ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മൾ അങ്ങനെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തിടാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള കുട്ടികളോട് നമുക്ക് സ്നേഹത്തോടെ സംസാരിക്കാം, സ്നേഹത്തോടെ ഉപദേശിക്കാമല്ലോ. അല്ലാത്ത പക്ഷം കുഞ്ഞുങ്ങളത് ഉള്ളിൽ വച്ചിരുന്ന് വാശിയും വൈരാഗ്യവുമായിട്ട് ഉള്ളിൽ കുഞ്ഞുങ്ങൾ കൊണ്ട് നടക്കും. അവർ നല്ല രീതിക്ക് മുന്നോട്ടുള്ള ഇതിൽ നിന്നും ഉയർച്ചയിൽ എത്തപ്പെടാൻ സാധ്യത കുറവായിരിക്കും. നമ്മൾ മിക്കവാറും കണ്ടുവരുന്ന കുട്ടികളിൽ അങ്ങനെ തന്നെ ഒരു തരം വാശി പോലെയും വൈരാഗ്യം പോലെയും കൊണ്ടു നടക്കും. അച്ഛനും അമ്മയ്ക്കും എന്നോട് സ്നേഹമില്ല, അല്ലെങ്കിൽ അങ്ങനെയാണെന്നുള്ള ഒരു ഇത് അവർ ഉള്ളിൽ എപ്പോഴും കിടക്കും. അത് ചില അധ്യാപകരും അങ്ങനെയുണ്ട്. ഒരു വിഷയത്തിൽ നമ്മൾ കുറ്റം പറയുകയല്ല, ഒരു വിഷയത്തിൽ എന്തെങ്കിലും വിഷയത്തിൽ കുറവാ, കുഞ്ഞുങ്ങൾ പഠിക്കാൻ മോശമായിട്ടാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് കളിയാക്കാതിരിക്കണം. കളിയാക്കുന്ന ചില അധ്യാപകരുണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല. അത് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു തീരാവേദനയായിട്ട് കിടക്കും. മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അതൊരു സത്യം പറഞ്ഞാൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സത്യമായ കാര്യം. അത് എത്ര വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് മായത്തില്ലത്. നമുക്കത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ കിടക്കും. ഇത്രയും പ്രായത്തിൽ ഒരു 5ാം ക്ലാസ്സിൽ വെച്ചാണെന്ന് തോന്നുന്നു എനിക്ക് മാത്സിൽ അത്ര എനിക്കെന്തോ ആ വിഷയം എത്ര പഠിപ്പിച്ചാലും എൻ്റെ തലയിൽ കയറത്തില്ലായിരുന്നു. ആ ഒരു സമയത്ത് എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ അതിന് എന്തോ തെറ്റുത്തരമാണ് പറഞ്ഞത്, ശരിയല്ല. അപ്പം ക്ലാസ്സിലിരുന്ന കുട്ടികൾ എല്ലാ ആൺപിള്ളേരാ, പെൺപിള്ളേർ അത്രയും ചിരിക്കത്തില്ല. ആൺപിള്ളേരെ ചിരിച്ചു, ഒരുമാതിരി ചിരിച്ചു. സാറാണെന്നുണ്ടെങ്കിൽ ചോദിച്ചു നമ്മൾ ക്വസ്റ്റ്യൻ, അതിന് ആൻസർ ശരിയല്ലായിരുന്നു, ഉടനെ ചിരിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ഒരു വിഷമം ഇപ്പോഴും എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോഴും സത്യം പറയാം, അതാ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും മാറത്തില്ലത്. അത് തീരാ ഇതായിട്ട് എപ്പോഴും അത് ഉള്ളിൽ കിടക്കും. അത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കിട്ടിയാൽ അങ്ങനെ തന്നെ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ചിരിച്ചവരാണെന്നുണ്ടെങ്കിൽ 10 പ്രാവശ്യം ഒന്ന് തോറ്റിട്ട് ആ പുറകെ ബെഞ്ചിൽ ഇരിക്കുന്നവരാ. അവർക്ക് മാത്സിൻ്റെ 0 പോലും എന്താണെന്നറിയാൻ വയ്യാത്തവരാ. അങ്ങനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ ഓർക്കും. സത്യം പറഞ്ഞാൽ നമ്മളെ സാറുമാരെപ്പോഴും കുഞ്ഞുങ്ങളോട് നല്ല സ്നേഹമായിട്ടും എന്തോന്നായിട്ടും ഒക്കെ ഇടപെടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഈ ഒരു ഇത് വരികയും ചെയ്യും. എല്ലാം ഒരു നല്ല ആ സാറുമാർ കയറി വരുന്നെന്ന് പറയുമ്പോൾ നമുക്കൊരു
ഉത്സാഹം. നമ്മളെ ശാസിച്ചും അടിച്ചും എന്തോന്നാക്കി ഉള്ള വല്ല പിള്ളേരുടെ മുന്നിൽ വെച്ച് കുറ്റങ്ങളും പറഞ്ഞ് എന്തോന്നും പറയുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ടീച്ചർമാർ കയറി വരുമ്പോൾ നമുക്കൊരു സന്തോഷവും കാണത്തില്ല. ആ ക്ലാസ്സിൽ ഇരിക്കാനേ തോന്നത്തില്ല, പേടിയായിരിക്കും. ഞാൻ എൻ്റെ അനുഭവം വെച്ചാണ് പറഞ്ഞത്. മുക്കാലും അങ്ങനെ ആയിരിക്കുമെന്ന് എൻ്റെ ധാരണ. അങ്ങനെ ആയിരിക്കും, പേടിയായിരിക്കും നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആരും എന്നെ മാത്സിൽ മുന്നോട്ടാണെന്ന് പറഞ്ഞിട്ട് എന്നെ പൈസയെ കളിപ്പിക്കാൻ ആരും വരണ്ട. എനിക്ക് അതിന് പൈസയൊക്കെ എണ്ണാനൊക്കെ എനിക്കറിയാം. ഞാൻ പറയുമായിരുന്നു അങ്ങനത്തെ അത് നമുക്ക് ചെറിയ പ്രായത്തിൽ കിട്ടുന്നത് അത് എന്നും അത് ഉള്ളിൽ കാണും. അത് ഒരിക്കലും അത് മാറത്തില്ല. സത്യമായ കാര്യം അത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നന്നായി സ്നേഹം കൊടുത്ത് തന്നെ വളർത്തണം. നല്ല സ്നേഹത്തോട് അവർക്ക് തോന്നണം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളോട് കരുതലുണ്ടെന്നുള്ള ഒരു തോന്നൽ തന്നെ തോന്നണം. നല്ലതായിട്ട് സ്നേഹം കൊടുത്ത് അവരെ വളർത്തണം. അവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളോട് സ്കൂളിലെ കഥകളും കാര്യങ്ങളും, സ്കൂളിൽ ഇന്നത്തെ വിശേഷം എന്താണെന്നും കാര്യങ്ങളും എല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അവർക്ക് നമ്മളോട് പറയാമെന്നുള്ള ഒരു ഇതും ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണം. എൻ്റെ അമ്മയോട് പറയാം, അല്ലെ എൻ്റെ അച്ഛനോട് പറയാൻ പറ്റുമെന്നുള്ള ഒരു ആ അടുപ്പം കുഞ്ഞുങ്ങളും നമ്മളുമായിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ആയിരിക്കണം. എൻ്റെ മോള് സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ കഥകളും പറയുമായിരുന്നു. അത് നമ്മളൊരു കൂട്ടുകാരെ പോലെ ആയിരിക്കണം നമ്മുടെ മക്കളിൽ അച്ഛനമ്മമാർ. അവരെ ശാസിക്കേണ്ടടുത്ത് ശാസന കൊടുക്കണം, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിച്ച് അവർക്ക് തോന്നലുണ്ടാകണം. അല്ലാതെ അവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയും സംസാരിക്കുമ്പം അച്ഛനമ്മമാരോട് തന്നെ നമുക്ക് പിള്ളേർക്ക് തന്നെ ഒരു എൻ്റെ ഉള്ള ഇത് തോന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആദ്യം വേണ്ടത് നല്ല ആത്മവിശ്വാസമാണ്. ആ ഒരു ആത്മവിശ്വാസം നമ്മുടെ വീട്ടിൽ നിന്നുള്ള അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ കുട്ടികൾക്കത് കിട്ടണം. അത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ അതുങ്ങൾക്ക് കിട്ടിയിരിക്കണം. അങ്ങനെയുള്ള അതുങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വേണമെങ്കിൽ നമ്മളെ അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതുങ്ങളെ നമ്മളെ കൂട്ടത്തിലിരുത്തി ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സമയത്ത് കഥ കടച്ച് റൂമിലിരുന്ന് പഠിക്കാൻ സത്യത്തിൽ അനുവദിക്കാതിരിക്കുക. ഓപ്പണായിട്ടുള്ളിടത്തിരുന്ന് പഠിക്കട്ടെ. നമ്മുടെ കണ്ണ് അവിടെ എത്തിപ്പെടുമല്ലോ. ചില കുട്ടികളാണെന്നുണ്ടെങ്കിൽ കഥ അടച്ച് കയറി ഇരുന്നിട്ട് അതിനകത്ത് മൊബൈലും നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കാണുന്നില്ലത് എന്ത് ചെയ്യുന്നെന്നുള്ളത്. അപ്പം നമ്മൾ ഓപ്പണായിട്ടുള്ള സ്ഥലത്തിരുന്ന് അതുങ്ങൾ പഠിക്കട്ടെ. നമുക്കും ഇപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും. ആ സമയങ്ങളിലാണെങ്കിൽ ടി വിയും വെച്ച് നമ്മൾ പേരൻസ് ആണ് ടി വിയും വെച്ച് കണ്ടുകൊണ്ടിരിക്കും. പിള്ളേർ വേറൊരു വഴിക്ക് അത് എന്തുവാ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ശ്രദ്ധിക്കാതെ പല ആൾക്കാരുമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം നമ്മളിൽ നിന്ന് കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അതുങ്ങൾ കണ്ടു പഠിക്കുന്നത്. നമ്മൾക്കുടെ ശ്രദ്ധയും നമ്മുടെ കാര്യങ്ങളുമൊക്കെ കുറേയൊക്കെ നമ്മളും ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ. അല്ലാതെ ഒന്നും പറ്റത്തില്ല. പിന്നെ നല്ല ആത്മവിശ്വാസമുള്ള കുട്ടികളായി നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാം. നല്ല സ്നേഹവും ലാളനയും കൊടുത്ത് നല്ല കുട്ടികളായി അതിനോടൊപ്പം അതുങ്ങളെ ശ്രദ്ധിച്ച് നമുക്ക് പോകാൻ പറ്റും. സമൂഹത്തിൽ നല്ല സ്നേഹവും നന്മയും കരുണയും ഉള്ള കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ. ഭാവിയിൽ അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.